ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദക്ഷിണ കേരള മഹായിടവക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ കരുതാം കൈകോർക്കാം എന്ന പ്രോഗ്രാം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ ധന്യമേറിയ നിമിഷങ്ങൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദക്ഷിണ കേരള മഹായിടവയ്ക്കായി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ദൈവം നടത്തുന്നത് കൊണ്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നത് കൊണ്ട് സ്തോത്രം. കരുതാം കൈകോർക്കാം എന്ന പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന നവമാധ്യമ സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്തി കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അനേകം കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിനും ദൈവം കൃപ ചെയ്യണമേ. അതിന് ഈ പ്രോഗ്രാം മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കായും പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ നന്നായി പ്രയോജനപ്പെടുത്തുന്നതിനും കുഞ്ഞുങ്ങൾക്ക് നന്മയായി അത് അനുഭവിക്കുന്നതിനും അങ്ങ് സഹായിക്കണം. അങ്ങയോട് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തോടുകൂടെ അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ആദിയോടന്തം അങ്ങയുടെ സാന്നിധ്യം പകരണം. എല്ലാ മാനവും മഹത്വവും അങ്ങ് സ്വീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ കരുതാം കൈകോർക്കാം എന്ന പേരിൽ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ട്രെയിനിങ് സംഘടിപ്പിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സൺഡേ സ്കൂൾ പോലും അന്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ തലങ്ങൾ തേടുവാൻ, അനന്തമായ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തുവാനും അത് പഠിക്കുവാനും നമ്മുടെ മക്കൾക്കായത് പ്രാവർത്തികമാക്കുവാനുമുള്ള നമ്മുടെ പരിശ്രമമാണ് ഈ ട്രെയിനിങ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിന് പിൻബലമേകിയ പ്രിയപ്പെട്ടവരോട് ഏറെ നന്ദിയുണ്ട്. അഭിവന്യ ധർമ്മരാജ റസാലം തിരുമേനി, തെന്നിന്ത്യ സഭയുടെ മോഡറേറ്റർ, സൺഡേ സ്കൂൾ സമിതിക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുന്നു. മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ വളരെ വലിയ പിന്തുണ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിക്ക് നൽകി വരുന്നു. ആവശ്യമാർന്ന സഹായങ്ങളും സഹകരണങ്ങളും അദ്ദേഹം നൽകി വരുന്ന അദ്ദേഹത്തോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ട്. ഈ അധ്യാപകരുടെ വേദിയിൽ സന്തോഷത്തോടെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ട്രഷറായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ നെബു ജേക്കബ് വർക്കി സാമ്പത്തികമായി ഏറെ സപ്പോർട്ട് നമുക്ക് നൽകി വരുന്നു. ഏറെ പ്രതികൂലങ്ങൾ നമുക്കുണ്ട് എങ്കിലും ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ എല്ലാ പ്രവർത്തനത്തിനും അദ്ദേഹം ഏകുന്ന പിന്തുണയ്ക്ക് ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ ഞങ്ങളുടെ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പാസ്റ്റ് ബോർഡ് സെക്രട്ടറി റവറൻഡ് ജയരാജൻ ഇന്ന് ഈ പ്രത്യേക മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമിലെത്തി. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ മുൻ കോർഡിനേറ്ററും ഇന്ന് ദക്ഷിണ കേരള മഹായിടവകയുടെ പാസ്റ്റ് ബോർഡ് സെക്രട്ടറിയുമായിരിക്കുന്ന ജയരാജ് അച്ഛൻ്റെ സാന്നിധ്യവും പ്രത്യേകാൽ ഇതിനെ ഉദ്ഘാടനം ചെയ്തതിലും ഏറെ സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പേരിലുള്ള ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ അനേകർ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്, ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് പേയാട് ഏരിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന റവറൻഡ് സ്റ്റീഫൻ ജസ്റ്റിൻ രാജച്ചനാണ്. അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും
ഞങ്ങൾക്കേറെയാണ് സന്തോഷത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. കൂടാതെ ഒരു കോർ ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. ഏറെ നാളുകളായി നിങ്ങൾക്ക് നല്ല ഒരു കോച്ചിങ് നൽകുവാൻ, നമ്മുടെ സഭകളിലെ സൺഡേ സ്കൂളുകളെ കൂടുതൽ സജ്ജമാക്കുവാൻ, ഈ പ്രതിസന്ധികളും അതിജീവിച്ച് നാം മുമ്പോട്ട് പോകും എന്ന വിശ്വാസത്തോടെ അതിന് നിങ്ങളെ സജ്ജരാക്കുവാനായിട്ടുള്ള ഏറെ ശ്രമകരമായ അധ്വാനം നെഞ്ചേറ്റിയ പ്രിയ അച്ഛന്മാരോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ട്. നമ്മുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സാജൻ ജോസ് അച്ഛനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അജിൻ ദാസ് അച്ഛൻ, അർണോൾഡ് അച്ഛൻ, MM ചർച്ചിലെ അജി അച്ഛൻ, കാട്ടാക്കട ഏരിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന സുനിൽ സായി അച്ഛൻ, ഇവരുടെ വിദഗ്ധമായ നേതൃത്വമാണ് ഇന്ന് കാണുന്ന അളവിൽ ഇതിനെ സജ്ജമാക്കുവാനായിട്ട് കഴിഞ്ഞത്. അവരോട് ഏറെ നന്ദിയുണ്ട്. സന്തോഷത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സ്മാരും വളരെ വൈബ്രൻ്റായി ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നു. നമ്മുടെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിപ്പാൻ അവരുടെ അധ്വാനം വളരെ വലുതാണ്. സന്തോഷത്തോടെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് അവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും വളരെ നന്നായി യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വളരെ ഭംഗിയായി ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന സഭകൾ നമുക്കുണ്ട്. ഒരു കൂട്ടം വൈദികർ, സഭാപ്രവർത്തകർ അശ്രാന്ത പരിശ്രമത്തിലാണ്. ഈ മഹാമാരിയുടെ നാളുകളിൽ, ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച സഭകളോട് ഏറെ ആദരവുണ്ട്. സഭാപ്രവർത്തകരോട്, അച്ഛന്മാരോട്, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികളോട്, സഭാ കമ്മിറ്റികളോട് ഞങ്ങൾക്കേറെ കടപ്പാടുണ്ട്. ഇനി നാം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യണം. മുമ്പോട്ട് പോയേ മതിയാകും. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഈ വലിയ ദൗത്യത്തിനായി നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇത് കേൾക്കുവാൻ, കാണുവാനും, അറിയുവാനും, പഠിക്കുവാനുമായിരിക്കുന്ന അധ്യാപകരുണ്ട്. നമ്മുടെ മുതിർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പേരിൽ ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ നോക്കിയപ്പോൾ 500-ലേറെ ആയി ഇതിൻ്റെ രജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിലോ സൂം മീറ്റിലോ നമുക്ക് ഇങ്ങനെ സന്ധിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബ് ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജീസസ് കിഡ്സ് CSI SKD എന്ന നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ ഔദ്യോഗിക ചാനലിൽ ഇതിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് ഇടുകയാണ്. നിങ്ങൾക്കായി ഈ പഠന ക്ലാസ് ഇടുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കിത് 14-ാം തീയതി വരെ കാണാനായിട്ട് കഴിയും. നിശ്ചയമായും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇത് എൻ്റർ ചെയ്യണം. അപ്പോൾ നിശ്ചയമായും ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളെക്കുറിച്ചുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. 15-ാം തീയതി നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഈ ക്ലാസ്സുകളിന്മേൽ നിങ്ങൾക്കുയരുന്ന സംശയങ്ങൾ ചോദിക്കാം. നല്ല അധ്യാപകരുടെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് ഗ്രേഡുകൾ തിരിച്ചാണ് ഗൂഗിൾ മീറ്റിൽ ഇത്തരത്തിലുള്ളൊരു വേദി നിങ്ങൾക്കായി ഒരുക്കുന്നത്. ശ്രദ്ധിക്കുക. വളരെ നന്നായി ആ പാഠങ്ങൾ പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും എത്രയും വേഗം തന്നെ ഏതെങ്കിലും സഭകളിൽ ആരംഭിച്ചിട്ടില്ല എങ്കിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമമാണിത്, ഞങ്ങളുടെ പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് തന്നെ വളരെ താല്പര്യത്തോടെ ഈ ക്ലാസ്സുകൾ പങ്കെടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം ആലോചനയായി അറിയിക്കുന്നു. ഇതിൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത, നന്നായി പഠിച്ച, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അത് ഗൂഗിൾ മീറ്റിൽ അധ്യാപകർ നിങ്ങളോട് പറയും. അത് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വരുന്നു, കർമ്മ പദ്ധതികളുണ്ട്. നമുക്കറിയാം, ലോക്ക്ഡൗണിൻ്റെ ഏറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കായി ഒരു വര സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ അത് വളരെ എക്സിബിഷനായി 269 ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ലഭ്യമായി. അത് നമ്മൾ എക്സിബിഷനായി പ്രദർശിപ്പിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൂടാതെ കുഞ്ഞുങ്ങൾക്കായി ഒരു വാല്യുവേഷൻ ടെസ്റ്റ് നമ്മൾ നടത്തി. അനേക കുഞ്ഞുങ്ങൾ പങ്കുചേർന്നു. അവർക്കെല്ലാം ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സെപ്റ്റംബർ മാസം 26-ാം തീയതി 11 മുതൽ 20 വരെ ഉള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2ാമത്തെ ടെസ്റ്റ് വരുന്നു, ഇവാലുവേഷൻ ടെസ്റ്റ്. അതിനുശേഷം നവംബർ മാസം 14-ഉം 21-ഉം നമ്മുടെ പരീക്ഷകളാണ്. ഓൺലൈനായോ ഓഫ്ലൈനിലായോ നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള പരിശ്രമം ഉണ്ടാകണം. കൂടാതെ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ VBS നടത്താനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് നാം. നിശ്ചയമായി നമുക്കത് ചെയ്തേ പറ്റൂ. നാം അതിജീവിക്കുമെന്നതാണ് വിഷയം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനും
അവരെ സജ്ജരാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഓണക്കാലത്തോ ക്രിസ്മസ് വെക്കേഷനിലോ ഇടയ്ക്കുള്ള വെക്കേഷനുകളിലോ സഭകളിലെല്ലാം VBS സംഘടിപ്പിച്ച കുഞ്ഞുങ്ങളെ കൂടുതൽ സഭയോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് നെഞ്ചേറ്റി സഭയോട് ചേർത്ത് നിർത്താം. അതിന് സർവശക്തൻ തുണയ്ക്കട്ടെ. ആമേൻ. മഹായിടവയുടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ അനുഗ്രഹമായി കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക പരിപോഷണത്തിനും ലഭ്യമാകുന്നു എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ സഭകളിൽ സൺഡേ സ്കൂൾ അധ്യയനം മുടങ്ങിയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ മഹായിടവ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനത്തെക്കുറിച്ചുള്ള ആഴമേറിയ പഠനം അധ്യാപകർക്ക് നൽകുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുകയും അതിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാവരും പങ്കുകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലും വളരെയേറെ സന്തോഷമാണ് ഉള്ളത്. ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് സഭയുടെ പുതിയ തലമുറയെ ദൈവപക്ഷത്ത് വളർത്തിയെടുക്കുവാനായി നമ്മെ സഹായിക്കുന്നത്. ദൈവവചനം കലർപ്പില്ലാതെ പകർന്നു കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങളെ ആധ്യാത്മിക തലങ്ങളിൽ വളർത്തിയെടുത്ത് സമൂഹത്തിനും സഭയ്ക്കും ഏറ്റവും ഗുണകരമായി അവരെ നയിക്കേണ്ടതും സൺഡേ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിൽ ഒന്നാണ്. ആ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വളരെ മെച്ചമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് വചനം പഠിക്കാൻ അവസരം ലഭിക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാകുന്നു. ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തവും പ്രാർത്ഥനയും ഉണ്ടാകണം. അധ്യാപകർക്ക് ഈ ദിവസം ലഭിക്കുന്ന പരിശീലനം ഏറെ ഗുണകരമായി തീരും. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഇതര വിഷയങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ഒരു പഠനം നമുക്ക് ഈ ദിവസം ലഭിക്കും. എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. സർവ്വമാനവും മഹത്വവും പുകഴ്ചയും കർത്താവിനായിരിക്കട്ടെ. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഗോഡ്നച്ചനും മറ്റ് സംഘാടകർക്കും നമുക്ക് നേതൃത്വം നൽകുന്ന അഭിനയ തിരുമേനിക്കും എല്ലാവർക്കും പ്രത്യേക സന്തോഷവും പാസ്റ്റർ ബോർഡിൻ്റെ സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. CSI ദക്ഷിണ കേരള മഹായിടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പാൻഡമിക് കാലയളവിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനുള്ള പുതിയ സാധ്യതകളെ തേടിയുള്ള ഒരു പ്രയാണമാണ് ഈ അധ്യാപക ട്രെയിനിങ്ങിന് നിദാനമായത്. കരുതാം കൈകോർക്കാം എന്ന പേരിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടുന്ന ഒരു ഓൺലൈൻ പഠനം സാധ്യമാക്കുകയാണ്. ഇതിൽ പങ്കുകൊള്ളുന്ന വൈദികരുണ്ട്, സഭാപ്രവർത്തകരുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനികളുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഓൺലൈൻ സൺഡേ സ്കൂൾ അധ്യാപനം, അവസരങ്ങളും സാധ്യതകളും എന്നതാണ്. നമുക്കറിയാം, ഇന്ന് സഭ വളരെ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായി ലോകത്തെ ഗ്രസിച്ച COVID-19 എന്ന മഹാമാരി സമസ്ത മേഖലകളെയും ഗ്രസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസ സമൂഹത്തെയും ആരാധനാലയങ്ങളെയും സമൂലമായി ബാധിച്ചത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്.
ഒരുമിച്ച് കൂടുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും എന്ന പേരിൽ കൂട്ടായ്മകൾക്കും വിലക്കുകൾ ഏർപ്പെടുത്തി. അടച്ചുപൂട്ടലുകൾ ദേവാലയങ്ങളെ ശൂന്യമാക്കി. പ്രത്യേകാൽ ഇത് അഫക്റ്റ് ചെയ്തത് കുഞ്ഞുങ്ങളെയും വയോധികരും അടങ്ങിയ വലിയ സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരു വിഭാഗത്തെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. സാധാരണത്വത്തിലേക്ക് മടങ്ങി വരുവാൻ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ നാടുകളിൽ നമ്മൾ ബദൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. ആളെണ്ണം കുറച്ചും അകലം പാലിച്ചും നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരാധനകൾ നടത്തുവാനായിട്ട് നാം പരിശ്രമിച്ചു. തുടർന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സൂം, ടെലിഗ്രാം, യൂട്യൂബ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ വിവിധങ്ങളായ സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ആരംഭിച്ചു. നമുക്കന്യമായിരുന്ന പലതും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. കൊറോണ സൃഷ്ടിച്ച ഈ കാലഘട്ടത്തെ 0 ഇയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. COVID-19 എന്ന അതിസൂക്ഷ്മ വൈറസുകൾക്ക് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ നിർബന്ധിതമായ ഏകാന്തതയിലേക്ക്, അതായത് ക്വാറന്റൈൻ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലേക്ക്, ഐസൊലേഷൻ, സാമൂഹിക അകലം പാലിക്കലും മനുഷ്യരെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട അനുഭവങ്ങളും ലോകത്തെ മുഴുവനും അടച്ചിടലിൻ്റെ അനുഭവങ്ങളിലേക്ക് പറഞ്ഞുവിട്ട അനുഭവങ്ങളൊക്കെ നാം അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. സുരക്ഷിതരാകൂ, വീട്ടിലിരിക്കൂ, ബി സേഫ്, സ്റ്റേ അറ്റ് ഹോം എന്ന മുദ്രാവാക്യം സർക്കാർ നിർബന്ധിതമാക്കിയപ്പോൾ വിവര, വിജ്ഞാന, വിനോദ മാർഗങ്ങൾക്ക് മാത്രമല്ല ആധ്യാത്മിക രംഗത്തും ആത്മീക രംഗത്തും ഒക്കെ നമ്മൾ പുതിയ മേഖലകൾ തേടുവാനായിട്ട് ഇടയായിത്തീർന്നു. കൊറോണ വൈറസ് സൃഷ്ടിച്ച കോവിഡ് കാലത്തെ അടച്ചിടൽ, അതായത് ലോക്ക്ഡൗൺ, സമൂഹത്തെ ഡിജിറ്റൽ ആയും മായികവുമാക്കി, അതായത് വെർച്വലായി മാറ്റിയത് നാം അറിയുകയാണ്. ടെക്നോളജിയുടെ ശക്തിയും വേഗതയും ഡിജിറ്റൽ സമൂഹത്തെ സൃഷ്ടിച്ചത് വളരെ വേഗം അതിലേക്ക് നാം തന്നെ വഴിമാറിയത് നാം അറിയുകയാണ്. വീട്ടിലിരുന്ന ജോലി, വർക്ക് ഫ്രം ഹോം, സംവേദന സമ്പ്രദായത്തിലെ പുതുപ്രവണതയായ വീഡിയോ കോളിങ്ങും, വാട്സപ്പ്, സൂം, ഗൂഗിൾ മീറ്റ് സംവേദനത്തിനായി പുത്തൻ നൈപുണ്യങ്ങൾ പകർന്നു. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കൊറോണ കാലത്ത് നമസ്തേ അതിശക്തമായ അഭിവാദ്യവും ഡിജിറ്റൽ സംവിധാനങ്ങൾ ജനകീയ സംവേദനവുമായി മാറി. കൊറോണ കാലം ചരിത്രത്തെ കോവിഡിന് മുമ്പും, ബിഫോർ കോവിഡ്, BC, കോവിഡിന് ശേഷം, ആഫ്റ്റർ കോവിഡ് എന്നും പുനർരചിച്ചത് നാം മനസ്സിലാക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള കാലത്തെ നിർണ്ണയിക്കുവാനും അതിജീവന മാർഗങ്ങൾ രൂപപ്പെടുത്തുവാനും സഭയും സമൂഹവും നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ദീർഘകാലമായി പഠിപ്പിച്ചുയർത്തിയ ആരാധന വിജ്ഞാനീയവും സഭാ സങ്കല്പവും ശാസ്ത്ര സങ്കല്പവുമാണ് കൊറോണ കാലം പൊളിച്ചെഴുതിയത്. പാൻഡമിക് COVID-19 ഷേക്സ് ദ വേൾഡ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ സ്ലോവനിയൻ ചിന്തകനായ സ്ലാവോയ് ഡിസക് സാധാരണ അവസ്ഥയിലേക്ക്, നോർമലിലേക്ക് ഇനിയൊരു മടങ്ങിപ്പോക്ക് അസാധാരണമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സാധാരണ അവസ്ഥയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല. പഴയ ജീവിതാനുഭവങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ന്യൂ നോർമൽ, പുതിയ സാധാരണ അവസ്ഥ സൃഷ്ടിക്കേണ്ടി വരും. അതിനാൽ COVID-19 പശ്ചാത്തലത്തെ
ഗൗരവമായൊരു അപനിർമ്മാണ പ്രക്രിയയിലൂടെ മുമ്പോട്ട് നയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഈ COVID-19 എന്ന പാൻഡമിക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ മാറ്റിമറിച്ചത് നാം അറിയുകയാണ്. ന്യൂ നോർമൽ, പുതിയ തരം സാധാരണത്വം, പുതിയൊരു മെത്തേഡിന് വഴിമാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകണം, പുതിയ മാറ്റങ്ങൾ ഉണ്ടായത് നാം മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, പണ്ട് എഴുത്താണിയിൽ നിന്ന് പുസ്തകത്തിലേക്കും പിന്നീട് കമ്പ്യൂട്ടറിലേക്കും ഇന്ന് വെർച്വൽ ലിങ്ക്വിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പഴയതുപോലെ ഉള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല, പഴയ പള്ളിയുടെ അനുഭവം ഇന്നില്ല. ഇപ്പോൾ പഴയതില്ല, ഇപ്പോൾ പുതുമയിലേക്ക് പഴയ പള്ളി, അധ്യാപകർ മറ്റൊരിടത്ത്, വിദ്യാർത്ഥികൾ അവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന അനുഭവം. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു വെർച്വൽ ലിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഇന്നത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസ സിസ്റ്റത്തിനും ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ എവർ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടായ മാറ്റം നാം മനസ്സിലാക്കുകയാണ്. ലോകത്തിൽ തന്നെ നമുക്കറിയാം, ലോകം മുഴുവനും സ്കൂളുകൾ അടച്ചു. 120 കോടി കുട്ടികൾ സ്കൂളിൽ പോകുവാൻ കഴിയാതെയായി. 180 രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ മൂലം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ചില പരിമിതികൾ, പ്രോട്ടോക്കോളുകൾ ഏർപ്പെടുത്തി ചില സ്കൂളുകളിൽ, ചില രാജ്യങ്ങളിൽ സ്കൂളുകൾ തുറക്കപ്പെട്ടു. എങ്കിലും ജാഗ്രതയോടും വളരെ ശ്രദ്ധയോടും കൂടിയാണ് ആ രാജ്യങ്ങളും ഈ നീക്കങ്ങളെ വിവക്ഷിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ നിന്ന് ലേണിംഗ് എന്ന തരത്തിലേക്ക് മാറ്റം വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം നേരിട്ടല്ല, എവിടെയോ നിന്ന് ആരോ എവിടെയോ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് ലേണിംഗ് മാറി. ലൈഫ് കോച്ചുകൾ ഉണ്ടായി, സോഫ്റ്റ് സ്കില്ലുകൾ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകുവാനായിട്ട് കഴിയും? 1.5 വർഷമായി ആലയങ്ങളിൽ സൺഡേ സ്കൂളുകൾ നിരച്ചിട്ട്, ഇടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു, വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഏറെക്കുറെ ആദ്യം നമ്മൾ ചിന്തിച്ചു സെൻട്രലൈസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾക്ക് എടുക്കാനായിട്ട് കഴിയും എന്നതാണ്. നമുക്കറിയാം, മറ്റ് ഡയസിസുകളും അത്ര പ്രകാരം ആരംഭിച്ചു. പക്ഷേ അത് എഫക്റ്റീവ് അല്ല എന്ന് കണ്ട് യൂണിറ്റുകളിലേക്ക്, നമ്മുടെ സഭകളിലുള്ള സൺഡേ സ്കൂളുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. കുഞ്ഞുങ്ങളെ തൊട്ടറിയുവാൻ അധ്യാപകർ പരിശ്രമിച്ചു. വളരെ ഭംഗിയായി ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. ഏകദേശം 70% സൺഡേ സ്കൂളുകളും സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ശുഷ്കാന്തിയോടെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നതിലേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന നല്ല വൈദികർ, സഭാപ്രവർത്തകർ നമുക്കുണ്ട്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അധ്യാപകരുണ്ട്. എങ്കിലും 30% വരുന്ന നമ്മുടെ സൺഡേ സ്കൂളുകൾ ഇന്നും പ്രവർത്തന സജ്ജമല്ല എന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകേണ്ടത് ആവശ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കണം, എവിടെയാണ് വീഴ്ചയുണ്ടായതെന്ന് തിരിച്ചറിയണം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ, വചനം വിളമ്പുവാൻ, അവരെ പഠിപ്പിച്ച സഭയുടെ ഞാറ്റടികളായി വളർത്തിയെടുക്കുവാനുള്ള പരിശ്രമം ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിക്കുണ്ടാകണം എന്ന ചിന്തയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പഠനമുറകൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇത് വീക്ഷിക്കുവാനും അറിയുവാനുമുള്ള പരിശ്രമം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ വലിയ ദൗത്യത്തിൽ അധ്യാപകർക്ക്, സഭയ്ക്ക് വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്താ സദൃശവാക്യം 22-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അവനെ പഠിപ്പിക്കേണ്ടുന്ന ദൗത്യം നമ്മിൽ നിക്ഷിപ്തമാണ്. അത് ഉത്തരവാദിത്വ ബോധത്തോടെ നാം സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ പ്രിയപ്പെട്ടവരോട്, തൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരോട് പറയുകയാണ്, ഇവൻ സോ ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് യുവർ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ ദാറ്റ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺ ഷുഡ് പെരിഷ്. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഇത് വലിയൊരു ദൗത്യമാണ്, നിയോഗമാണ്. നമ്മിൽ അർപ്പിതമായിരിക്കുന്ന നിയോഗം സ്വീകരിക്കുവാൻ വളരെ ഭംഗിയായി
നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന ബോധ്യത്തോടെ ചെയ്യുവാൻ നാം തയ്യാറാകണം. അപ്പോൾ ചിലരൊക്കെ പറയും, അച്ഛോ നമുക്ക് അതിനുള്ള കഴിവില്ല, അതിനുള്ള ടെക്നിക്കൽ അറിവ് നമുക്കില്ല. ആർക്കാണുള്ളത്? നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെപ്പോലെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെപ്പോലെ ടെക്നോളജിക്കലി അവെയർ അല്ല, അഡ്വാൻസ്ഡ് അല്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മേക്കാളേറെ അറിവ് ഇത്തരത്തിലുണ്ട്. അവർ വലിയൊരു ഡിവൈസ് വിപ്ലവം നടക്കുന്നൊരു യുഗത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 വർഷമായി സ്കൂൾ ക്ലാസ്സുകൾ അവർ ഡിവൈസിലൂടെ ആസ്വദിക്കുകയാണ്. പരിമിതികളുണ്ട് എങ്കിലും അതവർ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, വിപ്ലവം സൃഷ്ടിച്ച സഭകൾ നമുക്കുണ്ട്. വളരെ ഭംഗിയായി യൂട്യൂബിലൂടെയും വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടത്തുന്ന സഭകൾ നമുക്കുണ്ട്. ഇനിയും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ മിഴിച്ചു നിൽക്കുന്നവർ ചിന്തിക്കണം, ഞങ്ങൾക്കും അതിനുള്ള സാധ്യതകളുണ്ട്, അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. ഞാൻ ഓർക്കുന്നു, ഞാൻ മുമ്പിരുന്നൊരു സഭയിൽ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നത് വളരെ വയസ്സുചെന്ന അമ്മമാരും പിതാക്കന്മാരുമാണ്. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലാത്തവരാണ് എന്ന് നമുക്ക് പറയാം. ആദ്യം ക്ലാസ് എടുക്കണം, ഓൺലൈൻ ക്ലാസ്സുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പലരും മുഖത്ത് വിരൽ വച്ചു. എങ്ങനെ ചെയ്യും, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും ഒരുമിച്ച് വന്നു, ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. ഒരു ഗ്രേഡിൽ അധ്യാപകർ ഒരുമിച്ച് കൂടി. ചിലർക്ക് അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. പരസ്പരം ഷെയർ ചെയ്യുവാൻ തുടങ്ങി, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഇന്ന് ഇത്രയും മനോഹരമായി ക്ലാസ് എടുക്കുന്ന അധ്യാപകർ വേറെ ഉണ്ടാകില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയും. ഇന്ന് പേടിയില്ല. മൊബൈൽ കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ പതരാതെ നിന്ന് ക്ലാസ് എടുക്കുന്ന, പണ്ട് വിമുഖത കാട്ടിയ അധ്യാപകർ നമുക്കുണ്ട്. കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. വാട്സപ്പിലൊക്കെ അധ്യാപകരിങ്ങനെ വീഡിയോ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓഡിയോ ഷെയർ ചെയ്യുകയാണ്. ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ ആ ഉത്തരങ്ങൾ നൽകുന്നു, അതിൻ്റെ ഫോട്ടോസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു, വാക്യങ്ങൾ അവർ വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും അധ്യാപകരെ കേൾപ്പിക്കുന്നു, അധ്യാപകർ അവരെ അഭിനന്ദിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ പഠനശൈലികൾ അവലംബിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങളിലേക്ക് ഈ വലിയ വിജ്ഞാനം, നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയൂ. സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കണമെങ്കിൽ ഒന്ന് സെൽഫ് മോട്ടിവേഷൻ നമുക്കുണ്ടാകണം. എനിക്ക് കഴിയുമെന്ന് ഉറപ്പിക്കാൻ കഴിയണം, ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. 2, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. നമ്മുടെ വൈദികരും സഭാപ്രവർത്തകരും ഇതിൻ്റെ ചാലകമായിട്ട് മാറണം. നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ മാത്രമേ പലതിനെയും നമുക്ക് കീഴടക്കാനായിട്ട് കഴിയുകയുള്ളൂ. കിഡ്സ് ചാപ്പൽ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് പലവട്ടം ചർച്ചകൾ നടന്നു. ഞാൻ ഓർക്കുന്നത്, മുമ്പിരുന്ന സഭകളിൽ നടത്തിയ ഒരു ആരാധനക്രമമാണ്, കുഞ്ഞുങ്ങളെ കൊണ്ട് നടത്തിച്ച ഒരു ആരാധനയാണ്. ഇപ്പോൾ ഡിജിറ്റൽ, ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഇത്തരത്തിലൊരു ആരാധന സംഘടിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടി ഈ ആരാധനയുടെ ഭാഗമാകാനായിട്ട് കഴിയുമല്ലോ എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് കിഡ്സ് ചാപ്പൽ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്തത്, അതിന് മിടുക്കരായിട്ടുള്ള വൈദികരെ, അൽമായ നേതൃത്വത്തെ കണ്ടെത്തുക എന്നതായിരുന്നു. ആദ്യമൊക്കെ പലരും മടിച്ചു നിന്നു. ഇത് പറഞ്ഞു, അച്ഛാ ഇത് നിസ്സാരമല്ല, എല്ലാ ഞായറാഴ്ചകളിലും ഈ ആരാധന നടത്തണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഷൂട്ട് ചെയ്യണം, കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കണം, ഒത്തിരി കടമ്പകളുണ്ട്, ഇത് സാധിക്കുമോ? അപ്പോൾ അതിനനുയോജ്യരായ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുമുട്ടി. അത് ഒരു ചലഞ്ചായി നമ്മൾ ഏറ്റെടുത്തു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായൊരു ശുശ്രൂഷ നടത്താൻ നമുക്ക് കഴിയുന്നു. അത് കാണുന്ന വ്യൂവേഴ്സ് തന്നെ ഏകദേശം 5000-ഓളം അടുത്ത് വന്നിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾ സന്തോഷത്തോടെ ഈ ആരാധനയുടെ ഭാഗമാകുന്നു. ഡിസ്ട്രിക്ട് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് കഴിയുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ വളരെ താല്പര്യത്തോടെ കുഞ്ഞുമക്കൾ ഈ ആരാധനയുടെ ഭാഗമായി തീരുകയാണ്. അച്ഛന്മാർ മുമ്പോട്ട് വരുന്നു, വളരെ സന്തോഷം. അപ്പം അതിന് ഒരു എടുത്തുചാട്ടം ആവശ്യമാണ്. മുമ്പോട്ട് കുതിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രയാണം ചെയ്യുകയാണ്.
ഇങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ടുള്ള പരിശ്രമത്തിൻ്റെ മധ്യത്തിൽ അവർ കണ്ടത് ചെങ്കടലാണ്. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ മിഴിച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനം. രണ്ട് സൈഡും ചെങ്കുത്തായ മലനിരകൾ, പുറകിൽ സർവായുധങ്ങളുമായി കടന്നു വരുന്ന ശത്രു സൈന്യം. ജനം പിറുപിറുക്കുകയാണ്, മോശേ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തിനാ നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? പഴിയും ദുഷിയും നിന്ദകളുടെയും മധ്യത്തിൽ മോശ നിലവിളിച്ചു, ദൈവമേ, ഈ വലിയ കടമ്പയുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നു. ഈ ജനത്തെ കൊല ചെയ്യുന്നത് എനിക്ക് കാണുവാനായിട്ട് വയ്യ. പറയാതെ പറഞ്ഞിട്ടുണ്ടാകണം. ചെങ്കടലും മലനിരകളും താണ്ടി എങ്ങനെ മുമ്പോട്ട് പോകും? ദൈവം ചോദിച്ചത്, നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു? മോശ പറഞ്ഞിട്ടുണ്ടാവും, ഒരു വടി ഇരിക്കുന്നു, ഒരു കൊച്ചു വടി, ഒരു ഡൂക്കിൽ വടി. ഇതുകൊണ്ട് എന്ത് ചെയ്യാനും ദൈവമേ? ദൈവം എന്താ പറഞ്ഞത്? നീ അത് സമുദ്രത്തിൻ്റെ ചെങ്കടലിൻ്റെ നേരെ നീട്ടുക. എന്താ നീട്ടിയപ്പോൾ ഉണ്ടായത്? അത് രണ്ടായി വിഭജിക്കപ്പെട്ടു. വരണ്ട നിലത്തൂടെ തൻ്റെ മക്കൾ നടന്നു പോകുന്ന കാഴ്ച ദൈവം കാണുകയാണ്. വളരെ സന്തോഷത്തോടെ മോശ അവരെ നയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, കടമ്പകളേറെയുണ്ട്. പക്ഷെ നമുക്ക് പോകുവാനായിട്ട് കഴിയും. വടി നമ്മുടെ കയ്യിലുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പം അത് ഉപയോഗിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്താ? ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി. മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻസ്. ആസ്ക് യുവർ ഫീഡ്ബാക്ക്. പിന്നെ ഇൻ്ററാക്ഷൻ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് റെഗുലറായിട്ട്, വെറുതെ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്ന അനുഭവം ഉണ്ടായാൽ ഇതുകൊണ്ട് വലിയ മെച്ചമുണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷെ ഇതിനൊരു ടീം വർക്ക് ഉണ്ടാകണം. ചിലപ്പോൾ ഒരു അധ്യാപകൻ ഇതിൽ വീക്കായിരിക്കാം, അധ്യാപിക വീക്കായിരിക്കാം. പക്ഷെ അതിന് സാധ്യതയുള്ള അനേകരുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് ഉപയോഗിക്കാം. യുവജന സഖ്യത്തിലെ പ്രിയപ്പെട്ടവരെ, ഇതിൽ വിദഗ്ധരായ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കാം. നമ്മുടെ സഭകളിലെല്ലാം മിടുക്കരായിട്ടുള്ള ആളുകളുണ്ടാകും. ഞാൻ അടുത്ത കാലത്ത് ഓൺലൈൻ VBS നടത്തിക്കൊണ്ടിരുന്നപ്പോൾ MM ചർച്ചിൽ സഭയിൽ കടന്നുപോയി. സഭയിലുള്ള ആളുകൾ, വളരെ വിദഗ്ധരായവർ അതിന് നേതൃത്വം നൽകുകയാണ്. എന്താ ഭംഗിയായി വിദഗ്ധമായി VBS അവർ നടത്തി. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ചിലർ പഞ്ചാബിലിരുന്നു കൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. കൊറോണ ബാധിച്ച് കിടപ്പിലായിരിക്കുന്ന സഹോദരനുമുണ്ട് ഇതിൻ്റെ പിന്നിൽ അധ്വാനിപ്പാനായി. പേരുകളെടുത്ത് പറയുന്നില്ല. ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സിന് മുമ്പ് നമ്മുടെ കോർ ടീമിൻ്റെ മീറ്റിംഗ് പല പ്രാവശ്യം ഓൺലൈനിൽ കൂടി. നമ്മുടെ മിടുക്കരായിട്ടുള്ള അച്ഛന്മാരാണ്. ഇപ്പോൾ ചർച്ചകൾ ഒത്തിരി വന്നു. ഇപ്പോൾ നമ്മുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓൺലൈൻ സൺഡേ സ്കൂൾ അധ്യാപനം, അവസരങ്ങളും സാധ്യതകളും. അവസരങ്ങളും സാധ്യതകളും മാത്രമല്ല, വെല്ലുവിളികളും ഏറെയുണ്ട്. നമ്മൾ അറിയുന്നു, പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്ന വെല്ലുവിളികൾ മാത്രമാണ്. അതുകൊണ്ടാണ് അത് മാറ്റിയത്. നമ്മൾ വെല്ലുവിളിയെക്കുറിച്ച് കൂടുതൽ പറയാൻ നിന്നാൽ എന്ത് പറ്റും? അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. ആകെ അപകടമാണെന്ന് നമ്മൾ വരുത്തി തീർക്കുവാനായിട്ട് പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ അതിൻ്റെ അവസരങ്ങൾ മനസ്സിലാക്കണം. അനന്തമായ അവസരങ്ങൾ, സാധ്യതകളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ അപകടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക, മൊബൈലും സ്മാർട്ട് ഫോണും TV-യും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ മക്കൾ ICUയിൽ കിടക്കുന്ന രോഗിയെ പോലെയാണ്, ഒരു പേഷ്യൻറ്റിനെ പോലെയാണ്. എല്ലായിടത്തും വയറാണ്, അവിടെയും ഇവിടെയും ഒക്കെ കണക്ട് ചെയ്ത് എവിടെയാണ് വയറ് കുത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഇവൻ എവിടെ പരുതുന്നു എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ പരിമിതികൾ നമുക്കേറെയുണ്ട്. എങ്കിലും ദൈവഭയത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയണം. അനന്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട സമയമല്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പരിമിതികൾ ഉണ്ട് എന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. പരിമിതികളുണ്ട്, ഏറെയുണ്ട്. ഇതിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് വിടുന്നവരുണ്ടാകാം. പിന്നെ നമുക്ക് ഉൾഗ്രാമങ്ങളിലുള്ള കുറച്ച് അകലെയുള്ളവർക്ക് നെറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം പേർ ഡിജിറ്റൽ സാധ്യതകൾക്ക് നിന്ന് പുറത്താണ് എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെടുന്നവരുണ്ട്. സാങ്കേതിക അറിവുകളുടെയും
വൈഫൈ, ഡേറ്റ തുടങ്ങിയവയുടെ ലഭ്യതയുള്ള പരിമിതികൾ ഉണ്ട് എന്നത് നാം മനസ്സിലാക്കും. പിന്നെ അടച്ചുപൂട്ടലിൻ്റെ ഒരു പാർശ്വമുഖം അനവധി മേഖലകളിൽ ഡിജിറ്റലായി മാറി എന്നതാണ്. പക്ഷേ അവർണ്ണനീയമായ ഒരു ക്ഷീണാവസ്ഥ, ഒരു മരവിപ്പ് അനേകം പേർക്കുണ്ടായി എന്നത് നാം മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഡിസ്ട്രാക്ഷൻസാണ്. എന്താ? ഡിജിറ്റൽ ലോകത്തെ യാഥാർത്ഥ്യം ഒരേ സമയം നമ്മുടെ മുമ്പിൽ കണ്ടുറക്കുന്ന ഒത്തിരി സാധ്യതകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏകാഗ്രത നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വേട്ടക്കാരുടെ സാന്നിധ്യം ഏറെയുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് 1, 2 എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈബർ ലോകം വേട്ടക്കാരുടെ ലോകമാണ്. ആത്മീയതയുടെ ചൂണ്ടകൾ നമുക്കിന്ന് കാണാനായിട്ട് പറ്റും. നമ്മുടെ സഭകളെയും അത് ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. EBS ആരംഭിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. പല ലിങ്കുകളും വന്നു, പലരും പലതിലും പ്രവേശിക്കാനായിട്ട് തുടങ്ങി, പലരും ചൂണ്ടയിടുവാനായിട്ട് ആരംഭിച്ചു. അതുകൊണ്ട് നമ്മുടേതായ VBS ആരംഭിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു. 1 മാസം കൊണ്ടാണ് നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച്, നമ്മുടെ സഹോദരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ VBS സെറ്റ് ചെയ്തത്. അത്ര കണ്ട് നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞില്ല. ഇനി നമ്മൾ നടത്താനായിട്ടുള്ള പരിശ്രമമാണ്. കാരണം ഇത് നടത്തണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്നൊക്കെ പറയാൻ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സൈബർ സുരക്ഷ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിയണം. ആൾ മാറാട്ടത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വൃഷ്ടിപ്രദേശമായി ഓൺലൈൻ മാറിയെന്നത് നാം അറിയുന്നു. അപ്പോൾ കൂട്ടായ്മകൾ യാന്ത്രികമാകുന്ന മറ്റൊരു അപകടവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഡിജിറ്റലായിട്ടുള്ള അജ്ഞതകൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സാധ്യതകൾ, ഈ അപകടങ്ങൾ, വെല്ലുവിളികളുടെ മധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഇടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്താ? ഗവൺമെൻറ് പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. പഠന മാതൃകകളുമൊക്കെ ചിലയിടങ്ങളിൽ നമുക്ക് റീച്ച് ചെയ്യാൻ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ പുതിയ ഡേറ്റ പെൻഡ്രൈവുകൾ നൽകി മക്കളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അതിനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് തന്നെ ക്ലാസ് ഇത്തരത്തിലാക്കുവാൻ നമ്മൾ ഷൂട്ട് ചെയ്ത ഇത്തരത്തിൽ ക്ലാസ് ഇടാനായിട്ട് കാരണം എന്താ? നമ്മൾ നോക്കിയപ്പോൾ 500-ലേറെ രജിസ്ട്രേഷനായി. ഗൂഗിൾ മീറ്റ് തുടങ്ങിയാൽ എത്ര പേര്? നമുക്ക് 100 പേരെ ഒന്നിൽ കയറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ പറ്റും. സാധ്യതകൾ മങ്ങും. ഉള്ളിലുള്ള കുറച്ച് അകലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലിങ്കുകൾ ബുദ്ധിമുട്ടുണ്ടാകും, കയറുവാൻ കഴിയാതെ വരും, അപ്പോൾ ലാഗാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തത്. യൂട്യൂബിൽ ഇത് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണോ നിങ്ങളുടെ ലഭ്യത അനുസരിച്ച് കാണാനായിട്ട് പറ്റും. 14-ാം തീയതി വരെ ഇതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്ത് ഇതിനകത്ത് പ്രവേശിക്കാം. 15-ാം തീയതിയാണ് പുതിയ സാധ്യതകൾ, അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത്. ഗ്രേഡുകൾ തിരിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പുതിയ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? ഡിജിറ്റൽ ഓൺലൈൻ ലേണിംഗ് വരുമ്പോൾ സോഴ്സുകളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം, മീഡിയയെക്കുറിച്ച്, ചാനലുകളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം, റിസീവറിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. കൂടാതെ ഇതിനെ വളരെ ഭംഗിയായി നടത്തുവാനായിട്ടുള്ള മാതൃകകൾ നാം തിരിച്ച് നേരത്തെ പറഞ്ഞു പോയതുപോലെ തന്നെ ടീം വർക്കായിട്ട് ഇതിനെ എടുക്കാനായിട്ട് കഴിയണം. എക്വിപ്പ് ദ ടീച്ചേഴ്സ്. നേരത്തെ ഞാനൊന്ന് പറഞ്ഞു പോയല്ലോ, നമ്മുടെ മിനിസ്റ്റേഴ്സ് എക്വിപ്പ് ട്രെയിനേഴ്സായിട്ട് മാറണം, ട്രെയിനറായിട്ട് മാറണം. പഠിക്കണം. നമ്മൾ പഠിച്ചാൽ നിശ്ചയമായും ഇതൊക്കെ നമുക്ക് കടമ്പകൾ നേരിടാനായിട്ട് കഴിയും. അധ്യാപകർ ഇത് ട്രെയിൻ ചെയ്യുന്നവരായിട്ട് മാറ്റപ്പെടാൻ അതിന് കഴിവുള്ളവരുണ്ട്. അവരുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എക്വിപ്പ് ദ ചിൽഡ്രൻ ആൻഡ് പാരൻസ്. അപ്പം അതിനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ മാത്രമേ ഈ ക്ലാസ്സുകൾ വളരെ സക്സസ് ആയി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അവരുടെ ഏജ് അനുസരിച്ച് ആക്ടിവിറ്റികളിൽ മാറ്റം ഉണ്ടാകണം. ഓരോ കുട്ടിയുടെയും സ്വഭാവം അനുസരിച്ച് ലെസൺ പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട് നമുക്ക് കഴിയണം. ബ്രെയിൻ സ്റ്റോമിങ്ങുകൾ ഉണ്ടാകണം. അതിനുള്ള പ്രത്യേക സെഷനുകൾ ഉണ്ടാകണം. ടെക്നിക്കൽ സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഹൗ ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. അതിന് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുന്നത്? പ്രിപ്പയർ എ മാസ്റ്റർ ടെക്നോളജി. വാട്സപ്പുകളിലൂടെ, ടെലിഗ്രാമുകളിലൂടെ അതിനുള്ള ടെക്നോളജികൾ നമുക്ക് വിലയിരുത്തുവാൻ, പഠിക്കുവാനായിട്ട് കഴിയും. ഗൂഗിളിൽ നമുക്ക് പലതും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും അനന്തമായി, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സാധ്യതകളുണ്ട്. നല്ല കാർട്ടൂണുകൾ നമുക്ക് ലഭ്യമാകും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന നല്ല ലെസൺസുകൾ നമുക്ക് ലഭ്യമാകും.
സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്ത് വിദഗ്ധമായി പഠിപ്പിക്കുന്നത്? അതിനുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ വേറെ ഉണ്ടാകുമെങ്കിലും നമ്മൾ പരിമിതികളൊക്കെ പറയുമായിരിക്കും. എങ്കിലും അതിനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടീം വർക്കായി മാറ്റിയാൽ വളരെ ഭംഗിയായി നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് കഴിയും. പിന്നെ സെറ്റപ്പ് ഓൺ എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്, നല്ലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ സഭകൾ ഇത്തരത്തിലുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയാൽ, അതിനുള്ള സാധ്യതകൾ നൽകിയാൽ, നിശ്ചയമായും ഇങ്ങനെ അന്യമായി നിൽക്കുന്ന നമ്മുടെ കുരുന്നുകളെ സഭയോട് ചേർത്ത് നിർത്തുവാൻ, വചനങ്ങളിൽ പ്രബുദ്ധരാക്കുവാൻ, ആത്മീക പരിപോഷണം നൽകി യേശുവിൻ്റെ മക്കളായി വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഇത് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമാണ് എന്ന ബോധ്യത്തോടെ ഈ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തൻ തുണയ്ക്കട്ടെ. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച്, ടൂളുകളെക്കുറിച്ച് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നു. ശ്രദ്ധയോടെ വീക്ഷിക്കുകയും നന്നായി പഠിക്കുകയും നന്നായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സർവശക്തൻ കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദക്ഷിണ കേരള മഹാ ഇടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ ഭാഗമായി ഈ ദിവസം അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും കൃപ നൽകിയ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിക്കട്ടെ. ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്ന അഭിവന്യ ബിഷപ്പ് തിരുമനസും, ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന വെഡ്ബിനച്ചൻ, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സാജനച്ചൻ, മറ്റ് പ്രവർത്തകർ എന്നിവർക്കും യേശുവിൻ നാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഇപ്രകാരം ഒരു സൺഡേ സ്കൂൾ അധ്യാപക പരിശീലനം ക്രമീകരിക്കുന്നതിന് ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പ്രചോദനമായത് നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും സൺഡേ സ്കൂൾ വഴിയായിട്ടുള്ള വിദ്യാഭ്യാസം ഈ നാളുകളിൽ ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ നിരവധി ഇടവകകളിൽ ഓൺലൈൻ വഴിയായിട്ടുള്ള സൺഡേ സ്കൂൾ ആരംഭിക്കുകയും വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നതായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ചില സഭകളിൽ ചില അധ്യാപകർക്ക് എപ്രകാരം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകണമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് പലരും ഇതിൽ ഭയന്ന് മാറി നിൽക്കുന്നവരുണ്ട്. ചിലർക്ക് ചെയ്യാനുള്ള എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം, പക്ഷേ അത് എന്തായി തീരുമെന്നുള്ള ഒരു ആശങ്കയിലായിരിക്കുന്നവരും മടിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സൺഡേ സ്കൂൾ പഠനത്തിന് പഠിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെന്നും അത് എങ്ങനെ നമുക്കത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും, അതുപോലെ ഈ ഓൺലൈൻ പഠനത്തിലൂടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കാം എന്നുള്ള ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണല്ലോ. ഇതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടി നൽകാനായിട്ട് കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മിൽ മിക്ക പേർക്കും ഓൺലൈനിൻ്റെ മിക്ക ആപ്പുകളും അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും അറിയാവുന്നവരാണ്. പ്രത്യേകിച്ച് കോൾ ചെയ്യുന്ന കാര്യങ്ങളും, വാട്സപ്പ് ഉപയോഗിക്കുന്ന കാര്യങ്ങളും, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന കാര്യവും, സൂം ഉപയോഗിക്കുന്ന കാര്യവും, അതുപോലെ ടെലഗ്രാം ഉപയോഗിക്കുന്ന കാര്യവുമൊക്കെ മിക്ക അധ്യാപകർക്കും അറിവുള്ളതാണ്. നമ്മളത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പുതുമയായിട്ട് തോന്നാൻ സാധ്യതയില്ല. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഞാനത് ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയോട് ബന്ധത്തിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മാധ്യമം തന്നെ ആയിരിക്കാം. പക്ഷെ ചിലർക്കെങ്കിലും ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ രീതികൾ കൂടെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നവരും ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒന്ന് ഉണർത്തുവാനും ബോധ്യപ്പെടുത്തുവാനും അറിയാവുന്നവർക്കൊന്നുകൂടെ അതൊന്ന് പുനഃപരിശോധിക്കുവാനും ഭംഗിപ്പെടുത്തുവാനും വേണ്ടിയിട്ട് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രധാനമായും നമുക്ക് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ എൻ്റെ ക്ലാസ് കാണുന്നത് നിങ്ങൾ മൊബൈൽ വഴിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ വഴിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നില്ല. അതായത് ഒരു വാട്സപ്പ് എങ്ങനെ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഒരു ഇമേജ് എങ്ങനെ എടുക്കണം, ഒരു ഫോട്ടോ എങ്ങനെ എടുക്കണം, ആ ഫോട്ടോ എങ്ങനെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യണം,
അല്ലെങ്കിൽ ഇമെയിൽ വഴിയായി ഷെയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ പങ്കുവയ്ക്കുന്നില്ല. കാരണം നിങ്ങൾക്കിതൊക്കെ ഓൾറെഡി അറിയാവുന്ന ഒരു ചിന്തയിലാണ് ഞാൻ മറ്റു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ 7 വിദ്യാർത്ഥികളും ഒരു അധ്യാപകനുമാണ് പരമാവധി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 8 പേരാണ് ഒരു ക്ലാസ്സിൽ പരമാവധി ഉണ്ടായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ എണ്ണം. അപ്പോൾ 8 പേർക്ക് ചേർന്ന് നടത്തുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചുരുങ്ങിയത് 8 പേർക്കെങ്കിലും എങ്ങനെ ഒരുമിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയും, ഓൺലൈൻ വഴി പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള ചില ആപ്ലിക്കേഷൻസ്, ചില രീതികൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കും ഞങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് ഡാറ്റ കിട്ടുന്നില്ല, നെറ്റ് ലഭ്യത വളരെ കുറവാണ്, സ്പീഡ് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാകാം. ഗൂഗിൾ മീറ്റ് പോലെയോ സൂം പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഫോൺ ചെയ്യുവാനുള്ള സൗകര്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സംസാരിക്കുന്നതിന് വളരെ റേഞ്ചിന്റെ ഇഷ്യൂസ് അത്ര അധികം ഇല്ല. ചിലയിടത്തൊക്കെ ഉള്ള ഇഷ്യൂ ഉള്ള ഏരിയകളുണ്ടെങ്കിലും ഒട്ടുമിക്ക ഇടങ്ങളിലും കോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നതിന് വളരെ പ്രയാസം ഉണ്ടാകുന്നില്ല. അങ്ങനെ എങ്ങനെ നമ്മൾ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കാം? അതിനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോൺഫറൻസ് കോൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. എല്ലാവരുടെയും ഫോണിലുള്ള കോൺഫറൻസ് കോൾ എന്ന ഒരു ടെക്നോളജി, അതെങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഒരു ക്ലാസ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ അതിൽ കോൾ ചെയ്യാനുള്ള ആ ഐക്കൺ അത് എടുക്കുക. ഇപ്പോൾ ആ ഐക്കണകത്ത് നിങ്ങൾക്ക് ആരെയാണ് കോൾ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോണ്ടാക്റ്റിൽ പോയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കുട്ടിയുടെ പേര് അവിടെ വരും. അല്ലെങ്കിൽ ആ കുട്ടിയുടെ നമ്പർ നിങ്ങൾ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യുക. കോൾ ചെയ്യുമ്പോൾ ഈ ഫോണിൽ നിന്നുള്ള കോള് ആ കുട്ടിയുടെ ഫോണിലേക്ക് ചെല്ലും. അപ്പം മാത്രമല്ല, നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ്സിന് മുമ്പായിട്ട് പറഞ്ഞേക്കേണ്ടത് നിങ്ങളുടെ ക്ലാസ്സിന്റെ ടൈം നേരത്തെ അവർ അറിയിക്കണം. ഞായറാഴ്ച 11 മണിക്കാണ് ക്ലാസ് എങ്കിൽ നിങ്ങൾ അവരെ അറിയിക്കണം, ഞായറാഴ്ച 11 മണിക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഫോണ് എൻഗേജ് ആക്കരുതെന്ന് അവരോട് പറയണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ സമയമാകുമ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക. ആദ്യം ഒരാളെ വിളിക്കുമ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ആ ഫോണ് അറ്റൻഡ് ചെയ്ത ആ കുട്ടിയോട് പറയുക, ഞാൻ ഈ ഫോൺ ഹോൾഡ് ചെയ്യുകയാണ്, നമ്മുടെ മറ്റ് സ്റ്റുഡൻസിനെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഫോണിനെ ഹോൾഡ് ചെയ്യുകയാണെന്ന് പറയുക. പറഞ്ഞിട്ട് ഇതിൽ ആഡ് കോൾ എന്ന ഓപ്ഷനിലേക്ക് എടുത്തെടുക്കുക. എടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾ കോൺടാക്ട്സിലുള്ള നമ്പർ ആണെങ്കിൽ കോൺടാക്ട്സിൽ പേരടിച്ച് ആ ആളിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കുട്ടിയുടെ നമ്പർ അതിനകത്ത് എൻ്റർ ചെയ്യുക, നമ്പർ ചേർത്ത് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്യുക. ഇപ്പോൾ ആദ്യം വിളിച്ച ആൾ ഹോൾഡ് ആയിരിക്കും. അപ്പോൾ പറയും ആ വ്യക്തി കേൾക്കുന്നത് താങ്കൾ ഇപ്പോൾ ഹോൾഡിലാണ്, നിങ്ങളുടെ ഫോൺ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള മെസ്സേജ് അവർ കേട്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ മറ്റേ ആൾ ആ സമയത്ത് വേറെ ആളിനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഇപ്പോൾ വിളിച്ച ആൾ ഫോൺ എടുക്കും. എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫോണിനകത്ത് മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ മെർജിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. മെർജ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യം വിളിച്ച വ്യക്തിയും നിങ്ങളും രണ്ടാമത് വിളിച്ച ആ കുട്ടിയും തമ്മിലുള്ള കോൾ മെർജായി. പരസ്പരം പറയുന്നത് 3 പേർക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ സംസാരിക്കുന്നത് മറ്റ് 2 പേർക്കും കേൾക്കാം, അവർ പറയുന്നത് തിരിച്ച് നമുക്ക് 2 പേർക്കും കേൾക്കാൻ സാധിക്കും. അവരോട് പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അടുത്ത സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യട്ടെ എന്ന് പറയുക. അപ്പം നിങ്ങൾ 2 പേരും ഇപ്പോൾ ഹോൾഡിലേക്ക് പോവുകയാണ് എന്ന് പറയുക അവരോട്. അവരെ ഫോൺ ഹോൾഡ് ചെയ്യും. നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? വീണ്ടും ആഡ് കോൾ വീണ്ടും എടുക്കും. ഇതുപോലെ ആഡ് കോൾ എടുത്ത് അടുത്ത നമ്പർ നമ്മൾ ഡയൽ ചെയ്യുകയോ നമ്മളുടെ കോൺടാക്ട്സിൽ നിന്നും അവരുടെ നമ്പർ സെലക്ട് ചെയ്യുകയോ ചെയ്തിട്ട് അവരെ നമ്മൾ വിളിക്കുന്നു. വിളിച്ചു കഴിയുമ്പോൾ ആ കോൾ നമുക്ക് ആ കുട്ടി കോൾ എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മെർജ് ചെയ്യുന്നു. മെർജ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മെർജ് ചെയ്ത 2 പേര് ഇപ്പോൾ വന്ന ആ കുട്ടി, ഇപ്പം 4 പേര് ഇപ്പോൾ ആ ഒരു കോളിനകത്ത് മെർജാവും. പരസ്പരം പറയുന്ന 4 പേർക്ക് കേൾക്കാം. ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ പരസ്പരം പറയുന്ന 4 പേർക്ക് പക്ഷെ കാണാൻ സാധിക്കില്ല. നമുക്ക് പരസ്പരം സംസാരിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. അങ്ങനെ 5 പേരെ ടീച്ചർക്ക് ആഡ് ചെയ്യാം. ഒരു കോളിൽ നിന്നും 5 പേരെ ആഡ് ചെയ്യാൻ സാധിക്കും. 5 പേരാണ് പരമാവധി ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിനോട് പറയുക, ഇനി ബാക്കിയുള്ള 2 പേരെ അല്ലെങ്കിൽ 3 പേരെ കൂടെ നിങ്ങൾ ആരെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക.
അപ്പോൾ ആ കുട്ടിക്ക്, ആ വ്യക്തിക്ക് മറ്റുള്ളവരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7 പേര് അല്ലെങ്കിൽ 8 പേര് ഈ കോളിനകത്ത് ഉൾപ്പെടുത്തി 8 നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ആയി കഴിയുമ്പോൾ ഈ പരസ്പരം പറയുന്നത് 8 പേർക്ക് കേൾക്കാം. ടീച്ചർ പറയുന്നത് മറ്റ് 7 കുട്ടികൾക്ക് കേൾക്കാം. മറ്റ് കുട്ടികൾ പറയുന്നത് ടീച്ചർ ഉൾപ്പെടെ എല്ലാവർക്കും കേൾക്കാം. ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ, ഒരുമിച്ച് നിങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് ചുറ്റും ഇരുന്ന് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ പരസ്പരം കേൾക്കാം. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്ന്, നമ്മൾ ഈ വിളിക്കുന്ന സമയത്ത് മറ്റാർക്കും നമ്മളെ വിളിക്കാൻ സാധിക്കില്ല. ഈ ക്ലാസ് കഴിയുന്നത് വരെ വേറെ ആർക്കും നമ്മെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫോൺ ഫുള്ള് എൻഗേജ് ആയിരിക്കും. അതാണ് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, നമുക്ക് കുട്ടികളെ കാണാൻ സാധിക്കില്ല, അവരുടെ മുഖം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരവിടെ എന്ത് ചെയ്യുന്നെന്നോ അവരുടെ മുഖഭാവം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അവർ പറയുന്നതരം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രോബ്ലം, നമുക്ക് അവരുടെ വോയിസ് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കും. അവിടെ ഒരു ബഹളം നടന്നാലും, അവിടെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കരഞ്ഞാലും, ഒരു വീട്ടിൽ നടക്കുന്ന സംഭാഷണം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ പ്രൈവറ്റായിട്ട് ഇരുന്നാൽ കുഴപ്പമില്ല. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് ഫോൺ മാത്രമുള്ള ഒരു വ്യക്തിക്ക്, വേറെ ഇന്റർനെറ്റ് വേറെ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പരിശീലിച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. അത് രണ്ടാമതായിട്ടൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വഴി മെത്തേഡാണ്. വാട്സപ്പിൽ എങ്ങനെ ക്ലാസ് എടുക്കാം? പലരും ഇപ്പോൾ വാട്സപ്പ് വഴി നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സപ്പ് വഴി വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുട്ടികൾ കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ് എടുക്കാൻ എങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുക? അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും ഒരു പുതിയ ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ജൂനിയർ ക്ലാസ്സിലെ ഒരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ജൂനിയർ ക്ലാസ്സിന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ 7 പേരെ ആഡ് ചെയ്യുക. അപ്പോൾ 7 വിദ്യാർത്ഥികൾ, അധ്യാപകർ ഉൾപ്പെടെ 8 പേര്. പരമാവധി 8 പേരെ മാത്രം ഉൾപ്പെടുത്താവൂ, 9 പേരാകാൻ പാടില്ല. അപ്പോൾ 8 പേരെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ശേഷം ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് ഒരു കോൾ ഓപ്ഷൻ ഉണ്ട്. ഈ കോൾ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ ആ നിമിഷം തന്നെ ഈ ഗ്രൂപ്പിനകത്തുള്ള 8 പേർക്കും കോൾ പോകും. ഒരേ സമയം 8 പേർക്കും കോൾ പോകും. അപ്പോൾ 8 പേരും കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 8 പേരും ഒരുമിച്ച് നമ്മൾ നേരത്തെ കോൺഫറൻസിങ് കോൾ വന്നതുപോലെ തന്നെ ഇതുവഴി സംസാരിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അതിനകത്ത് വീഡിയോയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, വീഡിയോ കോൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 8 കുട്ടികൾക്കും ഇതിൻ്റെ വീഡിയോ കോൾ, അവർക്ക് കോൾ റിങ് ചെയ്യും. അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരുടെ മുഖം ഗൂഗിൾ മീറ്റിൽ കാണുന്നത് പോലെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമുക്ക് അവരുടെ മുഖം കണ്ട് അവരോട് ടീച്ചറിനെയും കുട്ടികളെ പരസ്പരം കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും സംസാരിക്കുവാനും ക്ലാസ് എടുക്കുവാനും സാധിക്കും. ഇതിൻ്റെ പരിമിതി, നമുക്ക് അവരുടെ വോയിസ് കട്ട് ചെയ്യാൻ പാടായിരിക്കും. അവർ തന്നെ കട്ട് ചെയ്യണം. ഓരോ കുട്ടികൾക്ക് അവർക്ക് തന്നെ അവരുടെ ഓഡിയോ കട്ട് ചെയ്യുന്നതായിട്ട് വരും. മറ്റൊന്ന്, നമുക്ക് ധാരാളം നമ്മുടെ മെറ്റീരിയൽസ് ആ സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പാടായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ അവരെ കാണിക്കുകയും അങ്ങനെയുള്ള ലൈവായിട്ടുള്ള പ്രസൻറ്റേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് ഈ വാട്സപ്പ് മാത്രം മതിയാകും. കുട്ടികൾക്ക് അത് ആക്സസബിൾ അല്ലെങ്കിൽ ഈ ഒരു സംഗതി മാത്രം മതിയാകും ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊരു അല്പം കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇന്ന് ധാരാളം കുട്ടികൾ അവരുടെ സ്കൂളിൽ അധ്യാപകർ ചെയ്യുന്ന ഒരു രീതിയാണത്. അതിന് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റ് ചെയ്യാനായിട്ട് ആദ്യം അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ വെച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഇൻവൈറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ഒരു മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴി അയച്ചു കൊടുക്കുക. ഈ ലിങ്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ സമയം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ്സിന് ഒരു അല്പം മുമ്പായിട്ട് 5 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾ അതിൽ പ്രവേശിക്കുക. ആ ലിങ്ക് വഴി പ്രവേശിക്കുമ്പോൾ ഓരോ കുട്ടികളായിട്ട് അവർ ആ ലിങ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. നമ്മുടെ വിൻഡോയിൽ അക്സെപ്റ്റ് ഓർ ഡിനേ എന്നുള്ള ഓപ്ഷൻ വരും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ആഡാവും. ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം, നിങ്ങളുടെ പ്രസൻറ്റേഷൻ ക്ലാസ്സിൻ്റെ പിക്ചർസ് ഷെയർ ചെയ്യാം, നോട്ട്സ് ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പല സംഗതികൾ അവരെ കാണിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കാനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി സാധിക്കും. അത് അധ്യാപകർക്ക് വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെയാണ് സൂം ആപ്ലിക്കേഷൻ. സൂമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മീറ്റിംഗ് ഐഡിയും ഒരു പാസ്വേഡുമാണ് ഉപയോഗിക്കുന്നത്.
നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുന്നത് ആൾക്കാർ. ഇതിനും ഇപ്പോൾ പേയ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 40 മിനിറ്റ് മാത്രമേ സമയത്തിൽ എടുക്കാൻ സാധിക്കുള്ളൂ അതിനകത്ത്. അങ്ങനെ ഒരു പോരായ്മ അതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ പ്ലാറ്റ്ഫോമുകൾ ഉചിതമായ രീതിയിൽ അത് ഉപയോഗിക്കാം. എളുപ്പമുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമ്മൾ പലർക്കും ഈ നമ്മുടെ ഫോണിലൊക്കെ ടെലഗ്രാം കണ്ടേക്കും. എല്ലാവരും അതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അത് ഉപയോഗിച്ചൊരു പരിചയം നമുക്ക് കാണത്തില്ല. പക്ഷേ ഗൂഗിൾ മീറ്റ് പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം എന്നുള്ളത്. ടെലഗ്രാമിൽ നമുക്ക് പരിധിയില്ലാതെ ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇത്ര സമയം എടുക്കാൻ പാടുള്ളൊന്നും നിയമങ്ങളൊന്നുമില്ല. വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ കണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കും. സൂം മീറ്റിംഗ് പോലെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കേണ്ട സാധിക്കും. പക്ഷേ ഇന്ന് പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ കൂടുതൽ വാട്സാപ്പും ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് അത്ര പ്രചാരം വന്നിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കോൺഫറൻസ് കോൾ, അതുപോലെ വാട്സപ്പ് വീഡിയോ കോൾ, അതുപോലെ ഗൂഗിൾ മീറ്റ്, മറ്റ് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക്. എങ്കിലും പ്രധാനമായി ഈ 3 സംഗതികളുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങൾ, ആ ഒരു വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഏതൊരു അധ്യാപകനും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരികയാണ്. നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട്, നിങ്ങൾ ഈ ഒരു കോൺഫറൻസ് കോള് നിങ്ങളുടെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു കോൺഫറൻസ് കോള് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങോ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അത് സെൻഡ് ചെയ്യണം. മറ്റൊന്ന്, നിങ്ങളൊരു വാട്സപ്പിൽ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്തി അവരോട് സമയം നിശ്ചയിച്ചതിന് ശേഷം ഒരു വാട്സപ്പ് ക്ലാസ്, വീഡിയോ ക്ലാസ് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊന്ന് എടുക്കുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇട്ടയക്കുക. ഇനി ഇൻ്റർനെറ്റ് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏരിയകളിലുള്ളവർ ഗൂഗിൾ മീറ്റ് വഴി ഒരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ് എടുത്തതിന് ശേഷം ഒന്നുകിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് നൽകിയിരിക്കുന്ന വാട്സപ്പിലോട്ട് നിങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ആഴ്ച നിങ്ങൾ പല ദിവസങ്ങളിലായിട്ട് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ചില ടാസ്കുകൾ നൽകും. ഇതെല്ലാം പൂർത്തീകരിക്കുന്നവർക്ക് കോഴ്സ് പൂർത്തിയാകുന്ന സർട്ടിഫിക്കറ്റ് നൽകും എന്നുള്ളതാണ് മഹായുടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പേപ്പറുകളും, നിങ്ങൾ അയക്കുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും, നിങ്ങൾ നോക്കും, നിങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരും. തീർച്ചയായിട്ടും ഭംഗിയായിട്ട് എല്ലാ സഭകളിലും സൺഡേ സ്കൂൾ ആരംഭിക്കണം. അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മഹായുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനവും ഇവിടെ അധ്യാപകരും എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ ഏത് ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യക്തമാകത്തിലുണ്ടാകും. കാരണം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകത്തിലുണ്ടാകും. അങ്ങനെയുള്ളത് ചോദിക്കാം. ഈ ആഴ്ച തന്നെ നമ്മുടെ എല്ലാ ഇടവകളിലും ഓൺലൈൻ ക്ലാസ്സിന്റെ ആദ്യ പാഠങ്ങൾ, ആദ്യ ചുവടുകൾ നിങ്ങൾ ആരംഭിക്കുന്നതിന് ഉറപ്പുണ്ട്. ദയവായിട്ട് എല്ലാവരും സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും പഠിക്കുകയും മുന്നേറുകയും ചെയ്യാം. ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സുകൾക്ക് അവസരം നൽകിയ ദക്ഷിണ കേരള മഹായിടവക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും, പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സൺഡേ സ്കൂളിന് പുതിയ വഴികൾ തേടുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, ഞായറാഴ്ചകളിൽ ദൈവാലയങ്ങളിൽ നമ്മൾ പോകുകയും സൺഡേ സ്കൂളിന്റെ ഭാഗമായി ആരാധനയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെല്ലാം അധ്യാപകരുടെ ചിറകിൽ കീഴിലിരുന്ന് ദൈവവചനം പഠിച്ചിരുന്ന ഒരു കാലം. എന്നാൽ കുറച്ചു കാലമായി അത് നമുക്ക് ഇന്ന് ലഭ്യമല്ലാത്ത രീതിയിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിദ്യാലയങ്ങളും കലാലയങ്ങളും എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ വളരെ മനോഹരമായി മുന്നോട്ട് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ വെർച്വൽ സൺഡേ സ്കൂളിന്റെ പ്രസക്തിയും ഏറെ മനോഹരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും അധ്യാപകരാകുന്ന നമ്മൾ കുറച്ചുകൂടെ താല്പര്യത്തോടുകൂടെ അവരുടെ ജീവിത മൂല്യങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂൾ അധ്യാപകനും തുടരുന്നതിനൊന്ന് മനസ്സ് വച്ചു കഴിഞ്ഞാൽ
അത് ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ തൊട്ട് മുൻപ് മനസ്സിലാക്കിയതുപോലെ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് അനുകൂലമായ രീതിയിൽ സൺഡേ സ്കൂളിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ലഭിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ടൂൾസ് ആയിട്ട് പ്രയോജനപ്പെടുത്തി സൺഡേ സ്കൂൾ ക്ലാസ്സുകളെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, ഒരു വെർച്വൽ സൺഡേ സ്കൂളിൽ നമ്മളെ കുട്ടികളെ ക്ഷണിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന്, നമ്മൾ ഒരു സമയത്ത് ക്ലാസ് തുടങ്ങുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കുട്ടികളോട് അത് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണോ പ്രാർത്ഥനയോടെയും ഭവ്യതയോടെയും വന്നിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ വെർച്വൽ സൺഡേ സ്കൂൾ പ്ലാറ്റ്ഫോമിലും ഇരിക്കുന്നതിന് കുട്ടികളോട് നമ്മൾ ആദ്യമായിട്ട് അവരോട് പറയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഓരോ ക്ലാസ്സിൽ കുട്ടികളെ വന്ന് തയ്യാറായിരിക്കുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്പേസ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് ക്യാമറയുടെ മുന്നിൽ ഭംഗിയായിട്ട് കിട്ടത്തക്ക രീതിയിൽ കാണത്തക്ക രീതിയിൽ അതിനെ ക്രമീകരിക്കാനായിട്ട് പറയണം. കൂടാതെ നമ്മൾ പലപ്പോഴും പല ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്, അനാവശ്യമായിട്ടുള്ള സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ വരും. അപ്പൊ കുട്ടികളോട് പറയണം ആ സമയത്തെല്ലാം മൈക്ക് ഓഫ് ചെയ്ത് വയ്ക്കുന്നതിന്. ആവശ്യമാണ് എങ്കിൽ അവരുടെ വീഡിയോ സ്ക്രീൻ കൃത്യമായിട്ട് തുറന്നു വയ്ക്കാനായിട്ട് അവരോട് പറയുന്നത് അഭികാമ്യമായിരിക്കും. ഇതിനിടയിൽ കുട്ടികൾക്ക് സംശയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മോട് പറയാനായിട്ടുണ്ടാകും. ഒന്നുകിൽ അവരോട് പറയുക, ഒന്ന് മെസ്സേജ് ചെയ്ത് അവരുടെ ഹാൻഡ് റൈസ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കുന്നതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതിനിടെയുള്ള സംശയങ്ങൾ ആ കുട്ടിക്ക് ചോദിക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അടുത്ത കാര്യം, വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് കുട്ടികളും ഒരുപക്ഷെ പാരന്റ്സിന്റെ കൂടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അത് സഹായകരമായി തീരുന്നത്. മറ്റ് ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത്, പല ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ ക്ലാസ് അങ്ങനെ നടക്കും, പിള്ളേര് വന്ന് അതിനോടൊപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലാസ്സുകളിൽ പങ്കുചേരുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ള രീതികൾ നമ്മൾ സൺഡേ സ്കൂളിൽ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. ഏറ്റവും ഒടുവിലായിട്ട് പരമാവധി ഒരു ഇൻട്രസ്റ്റോട് കൂടെ ഒരു തമാശയും അതോടൊപ്പം പഠനവും ആധ്യാത്മികതയും കരുതലും ഒക്കെ കൂടെ നമ്മുടെ സൺഡേ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ഒരു റൂൾസ് ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് അധ്യാപകരെ എത്തിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് കുട്ടികളിൽ നിന്ന് ഈ ക്ലാസ്സിന് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, കുട്ടി വരുമ്പോ കുട്ടിയുടെ കയ്യിൽ സൺഡേ സ്കൂളിൽ വരുമ്പോൾ ബൈബിൾ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മെറ്റീരിയൽസ് ഒന്നുകിൽ അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത സൺഡേ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന പ്രിന്റഡ് മെറ്റീരിയൽസ് അവർ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയോ, അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസും ബുക്സും എല്ലാം അവിടെ ഉണ്ടാകണം. പേന, പേപ്പർ, പെൻസിൽ, ഇപ്പൊ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കുട്ടിക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടി ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുന്ന ഒരു കുട്ടിയല്ല. കുട്ടി മുഖവും കഴുകി നല്ല ഫ്രഷ് അപ്പ് ആയിട്ട് വേണം ആ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം ഇന്ന് ക്ലാസ്സിൽ വരുന്ന കുട്ടി ചിലപ്പം 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് വരുന്നത്. അങ്ങനെയല്ല, ഇതിപ്പോ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും കുട്ടിക്ക് പഠിക്കാം. അതുകൊണ്ട് എല്ലാ കുട്ടികളും മുടങ്ങാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അവര് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്നത് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, കൃത്യമായിട്ട് നല്ല പ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം അവരുടെ ക്ലാസ്സുകളെല്ലാം ക്രമീകരിക്കാൻ. അതുകൂടാതെ കുട്ടിയോട് പറയണം, അവരുടെ മാക്സിമം എഫോർട്ട് അതിൽ എടുക്കാനായിട്ടും പറയണം. ഇനി നമ്മളൊരു വെർച്വൽ സൺഡേ സ്കൂൾ ക്ലാസ് റൂമിലേക്ക് നമ്മൾ വരുമ്പോൾ പല പ്ലാറ്റ്ഫോംസ് നമ്മൾ കണ്ടു. അതോടൊപ്പം ടീച്ചറിൽ നിന്ന് കുട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം? ഒന്ന്, നമ്മുടെ അധ്യാപകർ ആദ്യം ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. എന്താണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്? ഇന്നത്തെ ലെസണുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കാം? ഞാൻ അതിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇനി എന്തൊക്കെ പ്രിപ്പറേഷൻ അതിനോടൊപ്പം എനിക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും? അതൊന്നാമത്തെ കാര്യം. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുക, നല്ലൊരു പ്ലാനിങ് ഉണ്ടാകണം. നമ്മൾ ഞായറാഴ്ച പോയി ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ വായിച്ച് വേഗത്തിൽ എടുക്കാമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് കൊടുക്കാം, അഡീഷണൽ ആയിട്ട് ഏത് വീഡിയോ കാണിച്ചു കൊടുക്കാം, എന്ത് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാം, ഏത് ഫോട്ടോ ചെയ്യാം, എന്ത് ആക്ടിവിറ്റി ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം.
പിന്നെ നമ്മളിൽ നിന്ന് കൂടുതൽ സംസാരം കുട്ടികൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം സംസാരം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ബാക്കി പരമാവധി, അടുത്ത് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. പരമാവധി ആക്ടിവിറ്റികളിലൂടെ അവരെ കൊണ്ടുവരിക. അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ ക്രിയേറ്റീവ് ആകുന്നതിലൂടെ മാത്രമേ പുറത്തേക്ക് വരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ 5 കാര്യങ്ങൾ അധ്യാപകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു ക്ലാസ് റൂം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സൺഡേ സ്കൂളിൽ ക്ലാസ് റൂം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ ഈ ക്ലാസ് റൂം മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാനായിട്ട് കഴിയും? ഒന്ന്, നമ്മൾ പഠിപ്പിക്കുന്ന പാഠത്തിന്റെ ഒരു ഓവർ വ്യൂ കുട്ടിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊരു പക്ഷെ ആദ്യം തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. സാധാരണ സൺഡേ സ്കൂൾ ഒരാഴ്ചയാണ് നടക്കുന്നത് എങ്കിൽ നമുക്കത് വളരെ എളുപ്പമാണ്. ഞായറാഴ്ചയുള്ള 1 മണിക്കൂറിന് പകരം നമുക്ക് ഒരാഴ്ച തന്നെ സൺഡേ സ്കൂൾ ആക്കി മാറ്റാം. അവിടെ നമുക്ക് ചെയ്യാവുന്നത് വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരോടൊപ്പം പാരന്റ്സും കൂടി ചേർന്നുള്ള ഒരു സൺഡേ സ്കൂൾ. കാരണം കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരുക്കുമ്പോൾ അവരുടെ പാരന്റ്സിന്റെ കൂടെ സാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പാഠത്തിന്റെ ഒരു ഓവർവ്യൂ ആദ്യം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എബ്രഹാമിന്റെ സ്റ്റോറി പഠിപ്പിക്കുക. അബ്രഹാമിന്റെ സ്റ്റോറി കൊച്ചു മക്കൾക്ക് പഠിപ്പിക്കുമ്പോൾ തിങ്കളാഴ്ച മുതലാണ് ഈ ആഴ്ചയിലെ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് ആരംഭിക്കുന്നത് എങ്കിൽ തിങ്കളാഴ്ച അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ ഒരു പിക്ചർ നമ്മൾ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് കുട്ടികളോട് പറയാം, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നതിന് കുട്ടികളോട് പറയാം. അപ്പൊ കുട്ടികൾ അതിന്റെ പാരന്റ്സിന്റെ സഹായത്തോടെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ അതിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്, എവിടെയാണ് ഈ മൊറിയ മല? ആ മൊറിയ മലയെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കുട്ടിയോട് കണ്ടുപിടിച്ച് വരുവാനായിട്ട് പറയണം. അവിടെ എന്താണ് നടന്നത്? കുട്ടിയോട് അതിനൊരു നരേറ്റീവ് ആയിട്ട്, കഥയായിട്ട് പറയാൻ നമുക്ക് ആവശ്യപ്പെടാം. അത് പാരന്റ്സിന്റെ സഹായത്തോടു കൂടെ അവർക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെന്നുണ്ടെങ്കിലോ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവവചനം അവരെ പഠിപ്പിക്കുക. നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം, കർത്താവ് എല്ലാം ഒരുക്കുന്ന ദൈവമാണ് എന്നാണെങ്കിൽ നമ്മൾ ആ ആട്ടിൻകുട്ടിയെ ഇസഹാക്കിന് പകരം യാഗത്തിന് വേണ്ടി ഒരുക്കിയ ആ ദൈവത്തിന്റെ മഹനീയമായ കരുതലിനെ കുറിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ സെഷനായിട്ട് നമ്മൾ എത്തി. ഇതിനിടയിൽ ഒരു ദിവസം നമുക്ക് കുട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പാട്ട് നമുക്ക് പഠിപ്പിക്കാം. കൊച്ചുമക്കളാണ് എങ്കിൽ. വലിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതിനൊത്ത രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കാം. അവരോട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറയാം. ഒരു മെമ്മറി വേഴ്സ്, ഒരു ദിവസം നമ്മൾ ഒരു മെമ്മറി വേഴ്സ് എഴുതി കുട്ടിയോട് പഠിക്കാനായിട്ട് പറയുന്നു. അടുത്ത ദിവസം കുട്ടിക്ക് അതിന് തിരിച്ച് വീഡിയോ അയക്കാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് വരച്ചയക്കാം. കമ്പ്യൂട്ടറിൽ അതിനെ ഒന്ന് ഭംഗിപ്പെടുത്തി കുട്ടിക്ക് അയക്കാം. അത് പറയാം. അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഒരു സ്റ്റോറി, ഒരു പുതിയ സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു സ്റ്റോറി പറയിപ്പിക്കാം. എന്നിട്ട് ഒരു ഗ്രൂപ്പ് പ്രയറിന് നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ ഒരു വെർച്വൽ മീറ്റിംഗ് കൂടുക. ആ ലാസ്റ്റ് ദിവസമായിരിക്കണം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഒരു പക്ഷെ ഞായറാഴ്ച വൈകുന്നേരം ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കാം. എപ്പോഴായാലും ഒരു മീറ്റിംഗ് കൂടി ഈ കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം 10 മിനിറ്റ് ആയാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ചത്തെ സൺഡേ സ്കൂളിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി കുട്ടികൾക്ക് ഒരു 30 സെക്കൻഡ് പ്രയറിന് കൊടുത്തതിന് ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനിപ്പിക്കാം. ഇതൊരു ഓവർവ്യൂ ആണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അത് കഴിഞ്ഞ് വരുന്ന ഓരോരോ ഹയർ ഗ്രേഡിലേക്ക് വരുന്ന കുട്ടികൾക്കും അവരവരുടെ ക്ലാസിന്റെ രീതി അനുസരിച്ച് നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സൺഡേ സ്കൂളിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ്, ഇനി ഇത് കൂടാതെ ടൂൾസ് ആയിട്ട് പ്രയോജനപ്പെടുത്തും. നമ്മുടെ മക്കൾ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ ക്രാഫ്റ്റുകൾ ഓരോ ഗ്രേഡിനും അതിനൊത്ത രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്ക് ഓൺലൈനിൽ നമുക്ക് ഒത്തിരി കിട്ടും. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പാഠത്തിനും അനുയോജ്യമായ ക്രാഫ്റ്റ്സ് അവരോട് ചെയ്തയക്കാനായിട്ട് പറയുക. അത് നമുക്ക് നല്ലൊരു ആൽബം ആക്കിയൊക്കെ സൂക്ഷിക്കാം, സൺഡേ സ്കൂളിന് നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട്. നമ്മളിപ്പോ നോഹയുടെ കഥയാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, കുട്ടിയുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ടാകും. അതിനെയൊക്കെ വെച്ചിട്ട് ആ ടൂൾസ് വെച്ചിട്ട്, അവരുടെ കയ്യിലുള്ള ആ ടൂൾസ് വെച്ചിട്ട് അവർക്ക് അതിനെ നല്ലതായിട്ടൊന്ന് എക്സിബിറ്റ് ചെയ്യാൻ പറയാം. കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ,
നമ്മൾ ഒത്തിരി സംസാരിക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ല, പകരം പരമാവധി ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ ഓരോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, യേശു 5000 പേരെ പോഷിപ്പിക്കുന്നു, അതിന്റെ ജസ്റ്റ് ഒരു എക്സിബിഷൻ, കുട്ടികളുടെ വീട്ടിലുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറയുക. യേശുവിനെ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന സംഭവമാണ് നമുക്ക് പഠിപ്പിക്കേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇനി മുതിർന്ന കുട്ടികളിലേക്ക് വരുമ്പോൾ മാരേജ് ആൻഡ് ഡിവോഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്, നമ്മുടെ കേരളത്തിലെ അതിന്റെ റേറ്റ് എങ്ങനെയാണ്, അതിനെ ഒന്ന് എക്സിബിറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് കുട്ടികളോട് പറയാം. അതുകൂടാതെ നമ്മൾ കുട്ടികൾ വീട്ടിലാണ്, സൺഡേ സ്കൂൾ പ്രധാനമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒന്നാണ്. വീട്ടിൽ കുട്ടികളുള്ളപ്പോൾ, പാരന്റ്സ് ഉള്ളപ്പോൾ കെയറിങ്ങിനും ഷെയറിങ്ങിനുമുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ഒത്തിരി കൊടുക്കുക. കെയറിങ്ങും ഷെയറിങ്ങും ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്തത് എന്നത് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അതോടൊപ്പം ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മളെ കുട്ടികളിലൂടെ ഒരു ടൂൾ ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ കുട്ടികൾക്ക് പല സജഷൻസ് ഉണ്ടാകും. ടീച്ചറെ അത് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കത് പറ്റിയില്ല. അപ്പൊ ആ സജഷൻസ് കേൾക്കാൻ കൂടി നമ്മൾ വില്ലിങ് ആകണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നാലോ, നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഒരു പക്ഷെ വീഡിയോ കോളിലൂടെ ആയിരുന്നാലോ, സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് അത് നമ്മുടെ ക്ലാസ്സിനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് മാറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഡെയിലി ക്യൂസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച പാഠത്തെ ബേസ് ചെയ്ത് ഒരു 5 ചോദ്യങ്ങൾ തയ്യാറാക്കി അതിനെ ഒരു ക്യൂസ് ആക്കി, ഓരോ പാഠത്തിന് ശേഷം ഒരു ക്യൂസ് അല്ലെങ്കിൽ ഒരു അനാലിസിസ്, എന്താണ് കുട്ടി പഠിച്ചത് എന്നൊരു അനാലിസിസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ ഏറെ ഭംഗിയായി തീരും. അത് നമ്മൾ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നുകിൽ ആ വാക്യത്തിന്റെ കാര്യങ്ങൾ കുട്ടിയോടൊന്ന് ആക്ട് ചെയ്ത് അയച്ചു തരാനായിട്ട് പറയുക. ഉദാഹരണം, യേശു കണ്ണുനീർ വാർത്തു പറയും, യേശു കണ്ണുനീർ വാർത്തു. അപ്പൊ ആ രീതിയിൽ ആക്ട് ചെയ്യാനായിട്ട് കുട്ടിയോട് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു വാക്യം എടുത്തിട്ട് കുട്ടിയോട് തന്നെ ഫോണിൽ അതിനെ ഡിസൈൻ ചെയ്ത് നമുക്ക് അയക്കാനായിട്ട് പറയാം. അല്ലെങ്കിൽ കൈകൊണ്ട് അതിനെ വരച്ച് ഭംഗിപ്പെടുത്തി ചെയ്യാനായിട്ട് പറയാം. വാക്യം ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം, പാട്ടിലൂടെ പഠിപ്പിക്കാം. ഈ ടൂൾസ് പരമാവധി പ്രയോജനപ്പെടുന്നത്. അതോടൊപ്പം ക്ലാസ് എടുക്കുമ്പോൾ പവർ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പവർ പോയിന്റിൽ തയ്യാറാക്കി പരമാവധി ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കഥകളുടെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. കാരണം കുട്ടി കേൾക്കുന്നതിനേക്കാളും കുട്ടി ഈ കാര്യങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. വാക്യത്തോടൊപ്പം ആനുകാലികമായി ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പൊ COVID-19 എന്ന പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് ഇറ, ഇത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഡിസ്കഷൻസ്, അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ ഒരുക്കി കൊടുത്താൽ കുട്ടികൾ കൂടുതലായിട്ട് വായിക്കും. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമ്മൾ കൊടുക്കാനായിട്ട് കഴിയുക ഒത്തിരി ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട അധികം ഇൻഫർമേഷൻസ് കിട്ടുന്ന ബുക്സ് കുട്ടികൾക്ക് നമുക്ക് PDF ആയിട്ടോ അല്ലാതെയും നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടുകൊടുത്ത് അതിന്റെ ഒരു റിവ്യൂ കുട്ടിയോട് പറയാനായിട്ട് ആവശ്യപ്പെടുക. അല്ലെങ്കിൽ കുട്ടി അതിനെക്കുറിച്ച് വായിച്ച് അഭിപ്രായം പറയാൻ പറയുക. ഒരു വിഷയം കുട്ടിയോട് അവതരിപ്പിക്കാൻ പറയുക. നമ്മളിപ്പോ സെപ്റ്റംബറിൽ അധ്യാപക ദിനമൊക്കെ ആണല്ലോ, അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് സൺഡേ സ്കൂൾ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കുക. അങ്ങനെ കുട്ടികൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പാത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിയും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റോൾ പ്ലേ. റോൾ പ്ലേ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന ലെസൺ അടിസ്ഥാനമാക്കി ഒരു റോൾ പ്ലേ. ദാവീദ് രാജാവ് ആട് മേയ്ക്കാൻ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത് എങ്കിൽ ദാവീദായിട്ട് ഒരു കുട്ടിക്ക് വീട്ടിലിരുന്ന് ആ റോൾ ഏറ്റെടുക്കാം. മറ്റൊരാള് കൂടെ വരുന്ന ആൾക്കാരാകാം, കുറച്ചു പേർക്ക് ആട്ടിടയരാകാം. അങ്ങനെ ഒരു റോൾ പ്ലേ നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കാർട്ടൂൺസ്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റോറി, ആ സ്റ്റോറി ഏതാണോ നമ്മൾ അതിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോസ് കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ യൂട്യൂബിലൊക്കെ നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്. ആ ടൂൾസ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് കിട്ടും. നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതിന് ചെറുതായിട്ട് ഇതുകൂടെ നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം കുട്ടികളോട് അത് നോക്കാനായിട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് വേഗം ആ സ്റ്റോറി
അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും. അത് എല്ലാ അധ്യാപകരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഡാനിയേലിന്റെ സ്റ്റോറി, ഇപ്പൊ ദാനിയേല് സിംഹക്കുഴിയിൽ വീഴുന്ന സംഭവമൊക്കെ നമ്മൾ പറയുന്നതിനോടൊപ്പം നമ്മൾ ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് കാട്ടി നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചാല് കൂടുതൽ എഫക്റ്റീവ് ആകും. അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഗെയിംസ്. ഒത്തിരി ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, ഒത്തിരി ഗെയിംസ്. നമുക്ക് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഓൺലൈൻ ഗെയിംസിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാണ്, നമുക്ക് പസിൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ കാണുന്നത് പോലെ വെർച്വൽ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പസിൽസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെ കിന്നര മാഗസിൻ നമുക്കറിയാം, അതിനകത്ത് പസിൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിനെ നമ്മൾ കൊടുക്കുന്ന പസിൽ ടൈമിൽ കുട്ടിയോട് ഫില്ല് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരു ദിവസം അങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ചെറിയൊരു ഗെയിം ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത്, നമുക്ക് ഒരു കൂട്ടം ചിത്രങ്ങൾ എടുത്തതിന് ശേഷം അതില് ഒന്ന് നമുക്ക് സൂം ആക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ സൂം ഇൻ ചെയ്തിട്ടോ അതിനകത്തുള്ള ഓബ്ജക്ട്സ് കുട്ടിയോട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്ന്. അപ്പൊ പുതുതായിട്ട് നമ്മൾ കാണാത്ത പലതും കുട്ടികൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഓരോ കുട്ടിയും കണ്ടെത്തുന്നത് പുതിയ കാര്യങ്ങളായിരിക്കും. അങ്ങനെ പിക്ചർ മാസ്കിങ്ങോ ഹിഡൻ ഓബ്ജക്ട്സിനെ കണ്ടെത്താനോ ഉള്ള ഗെയിംസ് കുട്ടിക്ക് കൊടുക്കാം സ്റ്റുഡൻസിന് വേണ്ടി. ഇനി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലേക്ക് നമ്മൾ വരുമ്പോ നമുക്ക് അവരോട് ഒരു പോർഷൻ എടുത്തിട്ട് അതിനുള്ള ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്, പ്ലേസസ്, തീംസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടോ ഒരു 5 വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് പരമാവധി ബൈബിൾ വേഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടോ അത് ഉണ്ടാക്കാനായിട്ടോ ഒക്കെ കുട്ടിയോട് ആവശ്യപ്പെടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസ്സിനെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഓൺലൈൻ സൺഡേ സ്കൂളിന്റെ പ്രാഥമികമായ ക്ലാസ്സിൽ നമ്മളൊരു ടൂൾസ് ആയി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും, ഓഡിയോ നമുക്ക് യൂസ് ചെയ്യാം, വീഡിയോ യൂസ് ചെയ്യാം, പവർ പോയിന്റ്സ് യൂസ് ചെയ്യാം, നമുക്ക് ഫോട്ടോസ് യൂസ് ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളിലും സാധ്യതകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഒരു ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കി അതിന്റെ സ്ക്രീൻഷോട്ട്സോ അതിന്റെ വീഡിയോസോ തുടർന്ന് ഞങ്ങൾക്ക് അയച്ചു തരണം. അതിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അതിന്റെ കറക്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാം മനോഹരമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ഉദ്യമത്തിൽ പങ്കുചേരാം. താങ്ക് യു. സർവശക്തനായ ദൈവത്തിൻ്റെ നിസ്തുല്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. CSI ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്കായി ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി കരുതാം കൈകോർക്കാം അധ്യാപക പരിശീലനം ഓൺലൈനായി ക്രമീകരിക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യമായി നന്ദിയും സ്തോത്രവും കരേറ്റുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി കൃതജ്ഞത അറിയിക്കുവാനുള്ളത് ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്ററും ദക്ഷിണ കേരള മഹായിടവകയുടെ ബിഷപ്പുമായിരിക്കുന്ന മോസ്റ്റ് റവറൻ എ ധർമ്മരാജ് റസാലം തിരുമേനി അവറുകൾക്കാണ്. തിരുമേനിയിലൂടെ ഈ നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവക സൺഡേ സ്കൂളിൽ ലഭിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. തിരുമേനിയുടെ ആലോചനകളും പിൻബലവും ഒക്കെ ഈ നാളുകളിൽ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നൽകുന്ന ആ പ്രചോദനം ഏറ്റവും വിലപ്പെട്ടതാണ്. അഭിവന്യ തിരുമേനിയെ മഹായിടവക സൺഡേ സ്കൂളിൻ്റെ പേരിലും ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ അധ്യാപകരുടെ പേരിലും ഈ സമയം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. തുടർന്ന് കൃതജ്ഞത അറിയിക്കുവാനുള്ളത് ഈ ഓൺലൈൻ അധ്യാപക ക്ലാസ് ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ ബോർഡ് സെക്രട്ടറിയായി ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന റവറൻ ജയരാജ് അച്ഛൻ അവറുകൾക്കാണ്.
അച്ഛൻ്റെ സേവനം ഈ നാളുകളിൽ മഹായിടവക സൺഡേ സ്കൂളിന് ഏറെ അനുഗ്രഹമായി പ്രചോദനമായി തന്നെ ആയിരിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് കൃതജ്ഞത അറിയിക്കുവാനുള്ളത് സൺഡേ സ്കൂൾ കോർഡിനേറ്ററായി ഈ നാളുകളിൽ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻ ഡോക്ടർ CR ഗോഡ്വിൻ അച്ഛൻ അവറുകൾക്കാണ്. അച്ഛൻ ഈ നാളുകളിൽ നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുവാനൊക്കെ അച്ഛൻ ഈ നാളുകളിൽ ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ ഈ ശുശ്രൂഷകൾ നമ്മുടെ മഹായിടവക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തന്നെ ഏറെ ഒരു അനുഗ്രഹവും ഏറെ ഒരു നന്മയും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഏരിയ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ച അച്ഛന്മാർ, ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ അച്ഛന്മാർ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത അധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. തിരുസഭയുടെ നാഥനും ഞങ്ങളുടെ ജീവൻ്റെ പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മഹായിടവക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അധ്യാപക പരിശീലനം ഇന്ന് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവെ, ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദി അർപ്പിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിക്കായി, ഞങ്ങളുടെ മഹായിടവകയ്ക്കായി, സഭകൾക്കായി, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭകളിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ സൺഡേ ക്ലാസ്സുകളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത അധ്യാപകർ, വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അനന്തമായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നടത്തിപ്പും പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളോടും നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോടും ദൈവം നടത്തുന്ന എല്ലാ നന്മകളോടും കാലാവസാനം കൂടാതെ വഴി നടത്തുമാറാകട്ടെ.